അപ്പോൾ ഇന്നത്തെ തമ്പനയിൽ കണ്ട പോലെ ഇതൊരു വിൻഡ് വെയിൻ ആണ്. അതായത് വിൻഡ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ഉപകരണമാണ് വിൻഡ് വെയിൻ. അപ്പോൾ നമ്മളതൊരു വിൻഡ് വെയിൻ ആക്കിയിട്ട് നമ്മളൊരു പ്ലെയിനിനെ ഒരു വിൻഡ് വെയിൻ എന്നുള്ളൊരു മോഡലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മളൊരു മരത്തിൻ്റെ ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു പട്ടിക കോലിൻ്റെ കഷ്ണം. അപ്പോൾ നമുക്കിത് ഒരു നീളം എന്ന് പറഞ്ഞാൽ ഒരു 20 സെൻറ്റിമീറ്റർ നീളവും പിന്നെ ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഹൈറ്റും ഇത്രയുമുള്ള ഒരു മരത്തിൻ്റെ പീസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ഒരു പ്ലെയിൻ്റെ ബോഡി നമ്മളിതിൽ വരച്ചെടുക്കുകയാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റഫായിട്ട് നമ്മളിതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ വരച്ചെടുക്കുക, അതുപോലെ തന്നെ ടോപ്പ് സൈഡിലും നമ്മളതുപോലെ അതിൻ്റെ പ്ലെയിൻ്റെ ഒരു ബോഡി നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നത് എക്സസൈറ്റ് വരുന്നത്, അതായത് നമ്മൾ ഡ്രോയിങ് നമ്മളൊരു സ്ട്രക്ചർ വരച്ചതിൻ്റെ കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എക്സൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റും. അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒളിയോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെത്തിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെത്തിക്കളയാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ഒളി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്ലെയിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. കത്തി കൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിന് ഫ്രണ്ടിൽ ഒരു ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെയിറ്റ് അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. വെയിറ്റ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു വിൻഡ് വെയിൻ എന്നുള്ള മോഡലിൽ നിൽക്കുമ്പോൾ വിൻഡ് നമ്മൾ പിടിക്കുന്നത് ബാക്കിലുള്ള റഡാർ, അതായത് ബാക്കിലത്തെ ടൈലുമിലാണ് നമ്മൾ വിൻഡ് പിടിക്കുക. അപ്പോൾ വിൻഡ് പിടിക്കുമ്പോൾ കൂടുതൽ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പ്ലെയിൻ്റെ സെൻറ്ററിലല്ല കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ ഇതിനെ ഒരു ആണിയുമേൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ഒരു വെയിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വരും ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. അത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ബോഡി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്യണം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ വിങ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പട്ടിക നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മളിങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനി വരച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് വരച്ച് നല്ലൊരു ഷേപ്പാക്കിയിട്ട് മാറ്റുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ വിങ്സ് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിങ്സ് വരച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ഉരച്ച് സാൻഡ് പേപ്പറിട്ട് ഉരച്ചിട്ടുള്ള പ്ലെയിൻ്റെ ബോഡിയാണ് കാണുന്നത്. നന്നായിട്ട് നമ്മൾ ഉരച്ച് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഹോളും നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇപ്പോഴും ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് നമ്മൾ വെക്കേണ്ടത്. ഈ വെയിറ്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നമ്മൾ ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അടയ്ക്കാൻ വെച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു മരക്കഷ്ണം വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് ഭാഗം പ്ലെയിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടിന്യൂഷൻ കിട്ടുന്ന രീതിയിൽ നമ്മളത് കാർവ് ചെയ്തിട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വെയിറ്റ് നമ്മൾ ആ വിമാനത്തിൻ്റെ ആ ഹോളിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ചുറ്റും ആണികൾ, ഈ കാണുന്ന ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചുറ്റും അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് പോലെയുള്ള പശ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം കാണാത്ത രീതിയിൽ നമ്മൾ വേറൊരു മരക്കട്ട ഉപയോഗിച്ചിട്ട് നമ്മളതിനെ, അതായത് ഫ്രണ്ട് ഭാഗം കണ്ടിന്യൂഷൻ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു വേറൊരു മരക്കട്ട ഉപയോഗിച്ചിട്ട് നമ്മളതിനെ കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു മരക്കഷ്ണം അവിടെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി ഈ ഭാഗത്തിന് നമ്മൾ പ്ലെയിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തിനോട് കണ്ടിന്യൂഷനായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കാർവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വിങ്സിൻ്റെ ഭാഗം നമ്മൾ നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഉരച്ച് വിങ്സ് പതിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സൈഡും നമ്മൾ നോക്കി അറിയാൻ പറ്റും. നന്നായിട്ട് ഉരച്ചിട്ട് എഡ്ജെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി കറക്റ്റ് വിങ്സിൻ്റെ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ, നമ്മളിതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ ആ ഒരു സെക്ഷൻ വെച്ചിട്ട് ഇവിടെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു ചെറിയൊരു നമ്മൾ നേരത്തെ കണ്ട മരക്കഷ്ണം നമ്മൾ ഉരസിയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ലൊരു വെയിറ്റ് ഉള്ള കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലേക്കായിട്ട് നീങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നേരത്തെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിങ്സ് നമുക്ക് സെൻറ്ററിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിവിടെ വിങ്സിൻ്റെ ഒരു ഷേപ്പ് നമുക്കിത് കറക്റ്റ് വരച്ചിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളത് വിങ്സിന് നമ്മളിതാ ഇതുപോലെ ലൈൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈൻസിലൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് വിങ്സിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ വിങ്സിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും നമ്മുടെ വിങ്സിനുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഈ എഡ്ജുകളെല്ലാം കറക്റ്റ് വിങ്സിൻ്റെ എയറോഡൈനാമിക് ഷേപ്പിലൊന്ന് കർവ് ചെയ്തെടുക്കണം. അതിൽ ഈ സൈഡും നമുക്ക് വിട്ട് കുറച്ചിട്ട് ഹൈറ്റ് കുറച്ച് ഭയങ്കര നൈസാക്കി എടുക്കണം. ഈ ഭാഗം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ടൈലിൻ്റെ വിങ്സും പിന്നെ റഡാർ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്ന പോലെ വിങ്സിൻ്റെ ഒരു ഷേപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. അതേപോലെ നമുക്ക് ബാക്കിൽ വയ്ക്കാനായിട്ടുള്ള ആ റഡാറും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് വിങ്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ വിങ്, ഇത് പിന്നെ ബാക്കിലത്തെ വിങ്, ഇത് പിന്നെ റഡാറ്. നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഇതെല്ലാം നമുക്കൊന്ന് എയറോഡൈനാമിക് ഷേപ്പ് ആക്കിയിട്ട് മാറ്റണം. എല്ലാ വിങ്സും റഡാറും അല്ലാതെ നമുക്ക് എയറോഡൈനാമിക് ഷേപ്പ് ആക്കിയിട്ട് സ്മൂത്ത് ആയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ വലിയ വിങ്സ് ഇതുപോലെ നമ്മൾ ഒരു എയറോഡൈനാമിക് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെറിയ വിങ്സും നമ്മളതുപോലെ സ്മൂത്ത് ആൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റഡാറും അതുപോലെ തന്നെ നമ്മൾ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്ലെയിൻ്റെ ഈ ഒരു ബോഡിയിൽ നമ്മൾ ഈ ബാക്കിലുള്ള വിങ്സും അതേപോലെ തന്നെ റഡാറും നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കണം. അതേപോലെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിങ്സ് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ പിടിപ്പിക്കാനായിട്ട് നമുക്ക് അതും പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളിവിടെ 2 മാർക്കിങ് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വിങ്സ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇവിടെ ഇതിന് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബോഡിയുടെ ഇതിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇത് കയറ്റി വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൈൽ സെക്ഷൻ, ടൈലിൻ്റെ ആ ഒരു വിങ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഗ്യാപ്പിനകത്ത് നമുക്ക് ഇതിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ റഡാർ പിടിപ്പിക്കലാണ്. റഡാർ ഇവിടെ നമ്മൾ 2 ആണികൾ വെച്ചിട്ട് ആണികളിലാണ് നമ്മൾ റഡാറിൻ്റെ നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് 2 ആണികൾ ഇതിലേക്കും ഇവിടേക്കും പിന്നെ ഇവിടെ 2 ഭാഗത്തേക്കായിട്ട് ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പിടിപ്പിക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് കർവിങ് നടത്തേണ്ടി വരും. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഇതിൽ പിടിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കട്ടിങ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ആ കട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു മെയിൻ വിങ് നമ്മളിവിടെ ആണി വെച്ചിട്ട് നമ്മളിവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 വിങ്സും നമ്മളിവിടെ സെറ്റായിട്ട് വരും. അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിവിടെ റഡാർ കൂടി പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിതായി കാണുന്ന പോലെ നമ്മൾ ആണികൾ 2 ആണി അടിച്ചിട്ട് നമ്മൾ ഈ ഒരു വിങ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഏകദേശം ഒരു വിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 2 ഹോളുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് റഡാർമേൽ പിടിപ്പിക്കാനായിട്ട് റഡാർമേൽ നമ്മൾ 2 ആണികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 ആണിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ ആണി അടിച്ചിട്ട് ഒന്നിന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ്റെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഈ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ ഇതൊന്ന് ആണി ഉറപ്പിച്ചിട്ട് ഈ ഗ്യാപ്പുകളെല്ലാം നമുക്കൊന്ന് മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. അത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ്റെ ഒരു ബോഡി കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൊപ്പല്ലറാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ആ പ്രൊപ്പല്ലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പ്രൊപ്പല്ലർ ഉണ്ടാക്കുന്നത്. നമ്മളിത് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഒരു തകിടുമ്മേൽ വെച്ച് ഒട്ടിച്ച് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മളൊരു തകിടുമ്മ അലുമിനിയത്തിൻ്റെ തകിടാണ് അതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇത് ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഈ ഒരു ഇതിൽ നമ്മൾ എഡ്ജുകളെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ച് മിനുസപ്പെടുത്താണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എഡ്ജസ് എല്ലാം നമ്മൾ സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഹോളിനുള്ളിലേക്ക് ഹോള് കുറച്ചുകൂടി വലുപ്പം കൂട്ടിയിട്ട് നമ്മൾ പേനയുടെ റീഫില്ല് നമ്മളൊരു കഷ്ണം കയറ്റിയിട്ട് നമ്മൾ ഇതിനുള്ളിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ആണിയമേലാണ് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേനയുടെ ഈ ഒരു റീഫില്ലിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ലീഫുകളെല്ലാം ഒരു സൈഡിലേക്ക് വളച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് വളച്ച് വയ്ക്കുമ്പോഴാണ് നമുക്കിതിൽ കാറ്റ് പിടിക്കുന്നത്. അപ്പോഴാണ് കുറച്ചും എയറോഡൈനാമിക് ഷേപ്പ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇപ്പോൾ സൈഡിൽ നോക്കിയറിയാം, ഈ ഒരു സൈഡിലേക്ക് നമ്മളെല്ലാ ലീഫും നമ്മൾ സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെരിച്ച് വെച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ തിരിയുമ്പോൾ സുഖമായിട്ട് കാറ്റ് ഇതിൽ പിടിക്കുള്ളൂ. നമുക്കിത് ഈ നിബ്ബ് ഇതിലെങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീഫിലിൻ്റെ ഒരു കഷ്ണം നമ്മൾ ആ ഒരു പ്രൊപ്പല്ലറിൻ്റെ സെൻറ്ററിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ട് സൈഡിലായിട്ട് മരത്തിൻ്റെ ഒരു സ്റ്റോപ്പുകളും നമ്മൾ കടത്തിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു ആണിമേലാണ് നമ്മുടെ ഈ ഒരു പ്രൊപ്പല്ലർ ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു ആണി തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ആണിയുടെ ഹെഡ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ഒരു ഹബ്ബ് ഷേപ്പിൽ നമ്മൾ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഐറ്റം നമ്മൾ പ്ലെയിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ ഈ ഹബ്ബ് നമ്മളവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് വർക്ക് അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇതൊരു ആണി നമ്മളതിൻ്റെ മുകളിൽ അടിച്ചിട്ട് വേണം ഇത് ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഷേപ്പിലുള്ള പ്രൊപ്പല്ലർ നമ്മൾ ആണി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലെയിൻ്റെ ബോഡിയിൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു പ്ലേറ്റ് വാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പല്ലറിൻ്റെയും പ്ലെയിൻ്റെ ബോഡിക്ക് ഇടയിലായിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ഒന്ന് ഉറപ്പിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഹബ്ബ് മൾട്ടിവുഡ് ഉണ്ടാക്കിയിട്ടുള്ള ഹബ്ബ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്ലെയിൻ്റെ സെൻറ്റർ കണ്ടെത്താണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു പോസ്റ്റ് മേൽ നമ്മൾ കൊളത്തിയിടുമ്പോൾ അത് സെൻറ്ററായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ ഹോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലത്തെ 3 മരത്തിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് 3 നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് ഇതുപോലത്തെ 2 പട്ടിക പോലെ വെച്ച് നമ്മൾ ആണിയടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വുഡിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ ആണിയെല്ലാം വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ വയ്ക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു വുഡിൻ്റെ പീസാണ്. ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു 1.5 അടി നീളത്തിൽ നമ്മളൊരു റീപ്പർ വെച്ചിട്ടുണ്ട്. റീപ്പർ നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ കുത്തനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ നേരത്തെ കണ്ട ആ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബേസ് നമ്മൾ വന്നിട്ടൊന്ന് സാൻഡ് പേപ്പർ വരച്ചിട്ട് സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളത് യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കും അതുപോലെ തന്നെ നമ്മളതിൻ്റെ ആ ഒരു പോസ്റ്റ് ഹാങ്ങി നിൽക്കുന്ന ഒരു സാധനം നമ്മൾ സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ളതും അതേപോലെ നമ്മൾ ഈ പോസ്റ്റും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം ഹോളുകളെല്ലാം നമ്മൾ പൊടിയെല്ലാം ഇട്ട് സ്മൂത്ത് ചെയ്തിട്ട് പേപ്പറെല്ലാം ഇട്ട് സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു മോഡൽ പ്ലെയിൻ കൂടി നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 2 എഞ്ചിനുള്ള അതായത് 2 പ്രൊപ്പല്ലറുള്ള ഒരു പ്ലെയിൻ്റെ മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ വീൽസ് കൂടി നമ്മളിൽ ആഡ് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിന് നമ്മൾ പെയിൻറ്റിംഗ് ആണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് എന്ന് പറയുന്നത് അക്രലിക് പെയിൻ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനാമൽ പെയിൻറ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അക്രലിക് പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് 1 2 3 കോട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ്റെ ആ ഒരു കളർ കറക്റ്റ് കിട്ടില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 3 കോട്ട് വൈറ്റ് കളർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പ്രൊപ്പല്ലറെല്ലാം പെയിൻറ്റ് ഇറങ്ങിയിട്ട് ടൈറ്റായി പോകരുതെന്നും ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ രണ്ടാമത്തെ മോഡൽ നമ്മൾ ഇതുപോലെ തന്നെ 3 കോട്ട് നമ്മൾ വൈറ്റ് കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിസൈൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കിങ്ങിൻ്റെ ഇടയിലായിട്ട് നമ്മൾ റെഡ് കളർ നമ്മൾ അപ്ലൈ ചെയ്യണം അടുത്തായിട്ട് ചെയ്യുന്നത്. നമ്മൾ റെഡ് കളറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അക്രലിക് കളറിനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ചെറിയ ബ്രഷുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പ്ലെയിനുമേലുള്ള ഡിസൈൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലൊരു ബ്ലൂ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിനിൽ ഞാൻ റെഡ് ഷെയ്ഡിൽ നമ്മൾ നെയിമിങ്ങും വിൻഡോസും എല്ലാം നമ്മൾ വരച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ്, അതായത് നമ്മൾ വിൻഡ് വെയിൻ്റെ സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിന്മേൽ നമ്മൾ ടോപ്പ് കോട്ട് എക്സ്റ്റീരിയർ വാർണിഷ് നമ്മൾ അപ്ലൈ ചെയ്യാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പ്ലെയിൻ്റെ എല്ലാവിധ വർക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ നമ്മളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, വീൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വീൽസുകൾ നമ്മൾ മൾട്ടിബോട്ട് കൊണ്ട് നമ്മളൊരു വീലുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കമ്പി കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ പ്ലെയിനിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു പ്ലെയിനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ മറ്റൊരു പ്ലെയിനും നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്, അതിനും നമ്മളിതുപോലെ വീൽസ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 പ്ലെയിൻ്റെയും എല്ലാവിധ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് കൊണ്ടുപോയിട്ട് വിൻഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പ്ലെയിൻ നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കാറ്റുണ്ടെങ്കിലും ഫാൻ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ആ ഒരു കാറ്റിൻ്റെ ശക്തിയിൽ തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ചെറിയ 2 ലീഫുള്ള അല്ലെങ്കിൽ 2 പ്രൊപ്പല്ലറുള്ള ഫാനും കറങ്ങുന്നുണ്ട്. ആ ഒരു ഫാനും ഇതുപോലെ ചെറിയൊരു കാറ്റിൽ കറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ശരിക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, വിൻഡ് വെയിൻ എന്നുള്ള രീതിയിലാണ്. അതായത് ഏത് ഡയറക്ഷനിലാണ് വിൻഡ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് നമ്മുടെ പ്ലെയിൻ തിരിഞ്ഞ് നിൽക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ്റെ ബാക്കിലുള്ള റഡാറുമ്മിൽ വിൻഡ് പിടിച്ചിട്ട് ഏത് ഡയറക്ഷനിലാണ് വിൻഡ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് നമ്മുടെ പ്ലെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡയറക്ഷനിലേക്ക് തിരിയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.